കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഹിജാബ് ധരിക്കണമെന്ന ആവശ്യം ഉയർത്തുകയും അതിന്റെ അഗ്രത്തിൽ പിടിച്ച് ചില വർഗീയ ശക്തികൾ മുതലെടുപ്പിനിറങ്ങുകയും ചെയ്തതോടെ വിഷയം വലിയ വിവാദമായി മാറിയിരുന്നു. എന്നാൽ തികഞ്ഞ ആത്മസംയമനത്തോടെ വിഷയത്തെ പ്രതിരോധിച്ച സ്കൂൾ അധികൃതർ 2 ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടുകയും ഭീഷണിയെ കൂസാതെ രാജ്യത്തിന്റെയും സ്കൂളിന്റെയും നിയമങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിഷയത്തെ നേരിട്ട സ്കൂൾ അധികൃതരുടെ ഹർജി അടിയന്തരമായി പരിഗണിച്ച ഹൈക്കോടതി സെന്റ് റീത്ത സ്കൂളിന് മാത്രമല്ല സംസ്ഥാനത്തെ സ്കൂളുകളുടെ തന്നെ നടത്തിപ്പിനെ നിർണയിക്കുന്ന തരത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും സ്കൂൾ മാനേജ്മെന്റിന്റെ ഉറച്ച നിലപാടിനെ തുടർന്ന് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള സന്നദ്ധത വെളിപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥിനിയുടെ പേരൻസ് രംഗത്ത് വരികയും ചെയ്തതോടെ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ കോടതിയുടെ മുകളിൽ കയറി വിഷയത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയും ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനുള്ള വ്യഗ്രതയോടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന മൂലം പരിഹരിക്കപ്പെട്ട വിഷയം അങ്ങേയറ്റം സങ്കീർണമാക്കി മാറ്റുകയുണ്ടായി. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകരുതെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ലെന്നും ഹിജാബ് ധരിച്ചുകൊണ്ട് തുടർന്നും പഠിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്നും വേണമെങ്കിൽ ഹിജാബിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നുമൊക്കെയായിരുന്നു മന്ത്രി ഫേസ്ബുക്കിൽ തട്ടിമൂളിച്ചത്. എന്നാൽ 500ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ വിവിധ മതസ്ഥരായ 499 കുട്ടികളും മതേതര നിലപാടിൽ ഉറച്ച് സ്കൂളിന്റെ റൂൾസ് അനുസരിക്കുമ്പോൾ ഞാൻ എൻ്റെ മതം പറയുന്നത് പോലെ വസ്ത്രം ധരിക്കൂ എന്ന് ഒരു പെൺകുട്ടി മാത്രം ശഠിക്കുന്നതിലെ മതേതരത്വം എന്താണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ സമൂഹത്തോട് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. ഭരണഘടനയെ ലംഘിക്കാതെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ട് നീതിന്യായ കോടതി പറഞ്ഞ വിധിക്ക് അനുസൃതമായും സ്കൂൾ അധികൃതർ കാര്യങ്ങൾ നീക്കിയിട്ടും ഭരണഘടനാ ലംഘനം അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് പറയാതെ തരമില്ല. മാത്രമല്ല, മന്ത്രി പറഞ്ഞ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ DDA കൊണ്ട് വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടുകൾ എഴുതിക്കുകയും അതനുസരിച്ച് മന്ത്രി വീണ്ടും പ്രസ്താവനകൾ നടത്തുകയും സ്കൂളിന് നോട്ടീസ് നൽകുകയും ചെയ്തതോടെ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങേയറ്റം സങ്കീർണമായി മാറാമായിരുന്ന ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കിയെങ്കിലും അത് മറികടന്നുകൊണ്ട് മന്ത്രി നടത്തിയ പ്രസ്താവന ആശങ്കാജനകമാണെന്നും രമ്യമായി പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ പാകത്തിൽ ഇട്ടുകൊടുത്ത വിവേകശൂന്യത മന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും അത് കോടതിയെ വെല്ലുവിളിക്കുന്നത് പോലെയായി പോയെന്നും വിഷയത്തിൽ ഇടപെട്ട സീറോ മലബാർ സഭ വ്യക്തമാക്കി. പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും കുട്ടിയെ സ്കൂളിൽ തുടർന്നും അയക്കുമെന്ന് പേരൻസും ഒരു ആശങ്കയ്ക്കും ഇടയില്ലാത്ത വിധത്തിൽ കുട്ടിയെ പഠിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതരും സമ്മതിച്ചെങ്കിലും അസ്ഥാനത്ത് മന്ത്രി നടത്തിയ പ്രസ്താവനയോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയും ചെയ്തതിനാൽ മന്ത്രി കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടില്ലെന്നും നോട്ടീസിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിലപാട് തിരുത്തണമെന്നും വ്യക്തമാക്കിക്കൊണ്ട് സ്കൂൾ അധികൃതർ രംഗത്തെത്തി. മുരടനക്കുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന സ്കൂൾ അധികൃതരെ കണ്ട് ശീലിച്ച വർഗീയ ശക്തികളുടെയും അവർക്ക് കുഴലൂതുന്ന രാഷ്ട്രീയക്കാരുടെയും വർഗീയ കുത്തിത്തിരിപ്പുകൾക്ക് ആക്കം കൂട്ടുന്ന മാധ്യമങ്ങളുടെയും മുമ്പിൽ തെല്ലും പതരാതെ ശാന്തമായ മുഖഭാവത്തോടെയും അപ്പോൾ തന്നെ തികഞ്ഞ ഗൗരവത്തോടെയും പ്രതികരിച്ച സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീനയുടെ ഉറച്ച നിലപാടുകളും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച അഭിഭാഷകയും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന്റെ പിന്തുണ സഭയ്ക്ക് ഉറപ്പാക്കിയിരിക്കുകയാണ്. DDA ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്നും തെളിവോടുകൂടി ഇക്കാര്യത്തിൽ സർക്കാരിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന കുട്ടിയെ പുറത്താക്കിയിട്ടില്ലെന്നും ഇപ്പോഴും കുട്ടി ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്നും നിരവധി മുസ്ലിം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ടെന്നും അവരെല്ലാം സ്കൂളിൻ്റെതായ സമാന നിർദ്ദേശങ്ങളാണ് പാലിക്കുന്നതെന്നും ഇവിടെ കുട്ടികളെല്ലാം തുല്യരാണെന്നും വ്യക്തമാക്കി. ഹിജാബ് ധരിച്ച പ്രസ്തുത കുട്ടി സ്കൂളിലെ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ CCTV ദൃശ്യങ്ങളടക്കം മാനേജ്മെന്റിന്റെ കയ്യിലുണ്ടെന്നും അതൊന്നും വിദ്യാഭ്യാസ മന്ത്രിയോ വകുപ്പോ കണ്ടിട്ടില്ല എന്നത് നോട്ടീസിൽ നിന്ന് വ്യക്തമാണെന്നും കോടതിയുടെ നിയമപ്രകാരം മാത്രമേ സ്കൂൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും എന്നാൽ പറഞ്ഞ പ്രസ്താവന മന്ത്രി തിരുത്തണമെന്നും വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും യൂണിഫോം നിശ്ചയിക്കുന്നത് സ്കൂളുകളുടെ അധികാരമാണെന്നും സ്കൂളിന് യൂണിഫോം കോഡുണ്ട്,
അത് കുട്ടികളുടെ തുല്യത ഉറപ്പുവരുത്തുന്നതാണ്. ഇതിന്റെ പേരിൽ കുട്ടിയെ യാതൊരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്നും സ്കൂൾ അഭിഭാഷകയും വ്യക്തമാക്കി. അതോടെ അമ്പെ വെട്ടിലായ മന്ത്രി വേഗത്തിൽ മലക്കം മറിഞ്ഞ് നിലപാട് തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ വിടുവായ്ത്തരത്തിൽ മുഖ്യമന്ത്രി അസംതൃപ്തനാണ് എന്നുമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും പേരൻസും സ്കൂൾ മാനേജ്മെന്റും ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് അനധികൃതമായി ഇടപെട്ട ചില തീവ്ര രാഷ്ട്രീയക്കാരാണ് ഇത് മതപരമാക്കി മാറ്റിയത്. ഈ വിഷയത്തിൽ 2018-2022 വർഷങ്ങളിലെ സുപ്രധാന വിധികളെ മാനിക്കാതെ പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതും പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങേയറ്റം അവാസ്തവമായ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥന്മാരും കടുത്ത പ്രതിസന്ധിയാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയത്. കളമശ്ശേരി സംഭവത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ ക്രൈസ്തവർക്കെതിരെ കൃത്യമായ അധിനിവേശം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കം തന്നെയായിരുന്നു പള്ളുരുത്തിയിലും നടമാടിയത്. എന്നാൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും PTA പ്രസിഡന്റിന്റെയും സഭയുടെയും ഉറച്ച നിലപാടിന് മുമ്പിൽ വർഗീയതയുമായി വന്നവർക്ക് മുട്ടുമടക്കേണ്ടി വന്നത് മതേതര സമൂഹത്തിന് ആശ്വാസ വാർത്തയാണ്. വർഗീയ അജണ്ടയുമായി ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുന്നവർക്ക് മുമ്പിൽ ഭയപ്പെട്ട് കീഴടങ്ങുകയല്ല, നട്ടലോടെ ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടതെന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകളെ ഓർമ്മിപ്പിക്കുകയാണ് പള്ളുരുത്തി സെന്റ് റീത്താസിലെ സന്യാസിനികളും കട്ടയ്ക്ക് കൂടെ നിന്ന PTA-യും. സംഘടിച്ചു വന്നവരെ സംഘടിച്ചു തോൽപ്പിച്ച ഏവർക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.